Dear students, Plus 2 Computer Science Chapter 5 Web Designing using HTML Part 5. Today we are discussing about how to create forms in a web page. That is, HTML forms are required when we collect some data from a web page viewer for processing. For example, ഇപ്പോൾ എല്ലാവരും +1 അഡ്മിഷൻ്റെ സമയത്ത് നമ്മുടെ HS ഹയർ സെക്കൻഡറിയുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ എല്ലാവരും അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യാറുണ്ട് ത്രൂ സിംഗിൾ വിൻഡോ സിസ്റ്റം. Then we at that time we enter information such as name, SSLC register number, grades, choice of course and school etc. in the web page. It is an implementation of HTML form. അതിൽ നമ്മൾ ആ ഫോമിൽ നമുക്ക് കുറേ ഡാറ്റകൾ നമുക്ക് എൻ്റർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ദാറ്റ് ഈസ് സച്ച് ആസ് ഗ്രേഡ്, ചോയ്സ് ഓഫ് ദി കോഴ്സ്, സ്കൂള്, രജിസ്റ്റർ നമ്പർ, അങ്ങനെയുള്ള ഡാറ്റകളൊക്കെ നമ്മൾ എൻ്റർ ചെയ്യണം. അങ്ങനെ ഒരു ഫോം എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും യൂസിങ് HTML, അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ദാറ്റ് ഈസ് എ ഫോം കൺസിസ്റ്റ് ഓഫ് 2 elements, a form container tag and any number of form controls within that container. അതായത് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫോം ടാഗാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോം ടാഗ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ഓപ്പൺ ഫോം ടാഗ് ആൻഡ് ക്ലോസ്ഡ് ഫോം ടാഗ്സ് ആൻഡ് there are various form controls. There are various form controls included in a form, that is such as text field, text area field, drop down menus, radio button, checkbox etc. ഇങ്ങനെയുള്ള നിറയെ ഫോം കൺട്രോൾസ് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫോം ടാഗ് എന്താണെന്ന് നോക്കാം. എ ഫോം ടാഗ് പ്രൊവൈഡ്സ് എ കണ്ടെയ്നർ ഫോർ ക്രിയേറ്റിംഗ് എ ഫോം. ഫോം ടാഗ് എന്നുള്ളത് ഒരു കണ്ടെയ്നർ ടാഗാണ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഫോംസ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി ഓപ്പൺ ഫോം ആൻഡ് എൻഡ്സ് വിത്ത് ക്ലോസ്ഡ് ഫോം. HTML forms are started with form tag and ends with closed form tag, and all the inputs are associated with a single form and processed by the same form handler. എല്ലാ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു there are various form controls, text field, text area, drop down etc. All these form controls are associated with a single form and processed by the same form handler. ഈ എല്ലാ ഫോം കൺട്രോൾസും ഒരു സിംഗിൾ ഫോമിലേക്കാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻഡ് ഇറ്റ് ഈസ് പ്രോസസ്ഡ് ബൈ ദി സെയിം ഫോം ഹാൻഡ്ലർ. ദാറ്റ് ഈസ് എ ഫോം ഹാൻഡ്ലർ ഈസ് എ പ്രോഗ്രാം ഓൺ ദി വെബ് സെർവർ. ഫോം ഹാൻഡ്ലർ എന്നുള്ളത് വെബ് സെർവറിലെ ഒരു പ്രോഗ്രാമാണ്. ആൻഡ് ദാറ്റ് മാനേജ് ദി ഡാറ്റ സെൻഡ് ത്രൂ ദി ഫോം ആൻഡ് ഇറ്റ് ഓൾസോ മാനേജ് ദി ഡാറ്റ സെൻഡ് ത്രൂ ദി ഫോം. നമ്മൾ ഈ സെവറൽ കൺട്രോൾസ്, ഫോം കൺട്രോൾസിലേക്ക് എൻ്റർ ചെയ്യുന്ന എല്ലാ ഡാറ്റകളും മാനേജ് ചെയ്യുന്ന ഒരു ഫോം, അല്ലെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്ന ആ ഫോമിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ഫോം ഹാൻഡ്ലർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദി ടെക്സ്റ്റ് ഫീൽഡ് sometimes we enter a name or a password. In the text area field we can enter the address. In the drop down we can in the case of the +1 single window system, we can in the drop down menu we can enter the courses, radio button, checkbox. That all the data entered through this form controls are saved or the and this data are managed or in the a program. That program is known as a form handler. The form handler is specified as a value for the action attribute of the form tag. ഫോം ഹാൻഡ്ലർ എന്ന് പറഞ്ഞത് ഒരു വാല്യൂ ആവാം. ആ വാല്യൂ നമ്മൾ ഫോം ടാഗിൻ്റെ തന്നെ ഒരു ആട്രിബ്യൂട്ടായ ആക്ഷൻ്റെ വാല്യൂ ആയിട്ടാണ് എൻ്റർ ചെയ്യാറ്. ദാറ്റ് ഈസ് ഇൻ ദി ഫോം ടാഗ് there are some attributes and that attributes are first one action. Action tag specifies the URL of the form handler which is ready to process the received data. ഈ ഫോം ഹാൻഡ്ലറിൻ്റെ URL സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ഷൻ ടാഗ് യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ വിച്ച് ഈസ് റെഡി ടു പ്രോസസ് ദി റിസീവ്ഡ് ഡാറ്റ. ആ റിസീവ് ചെയ്യുന്ന ഡാറ്റ ത്രൂ ദി ഫോം കൺട്രോൾസ്. ഫോം കൺട്രോൾസ് വഴി റിസീവ് ചെയ്യുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്യാനും റെഡിയാണ് എന്നുള്ളത് നമ്മൾ എവിടെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ത്രൂ ദി
attribute of the form tag action. That is, action tag specifies the URL of the form handler and which is ready to process the received data. And the second attribute of form tag is method. Method attribute mention the method used to upload data. We can use some methods. In the case of form tag, we use frequently we use two methods, get and post method. And through the method, we can specify which method is used to upload the data. In the form tag, frequently we use the two methods, get and post. And the third attribute is target attribute. Target attribute specifies the target window or the frame, and frames are we already discussed in the previous part. That is, target tag specifies the target window or the frame where the result of the script will be displayed. That is, എവിടെയാണോ നമുക്ക് ഈ ഫോം ടാഗ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോം ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ആ ഡിസ്പ്ലേ ചെയ്യുന്ന വിൻഡോ എവിടെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് specify ചെയ്യുന്ന attribute ആണ് target tag. That is, target tag specifies the target window or the frame where the result of the script will be displayed. And the target attribute has some values. That values are, first value is blank. Blank value means, and it describes the target window opens the linked document in a new browser window. That is, by the value blank we can display the target window or the frame in an opens the linked document in a new browser window. That is, it opens in a new browser window. Second value is self. By the self value, the target window opens the linked document in the same frame as the link. That is, it displayed on the same frame. And the third value is parent. That is, the target window or the frame opens the linked document in the parent frame set. Parent frame setil ആയിരിക്കും പുതിയ നമ്മുടെ ടാർഗറ്റ് വിൻഡോ ഡിസ്പ്ലേ ചെയ്തു വരിക. And the fourth value is top. This value means or describe the opens the linked document in the main browser window and it is replacing any frame present. ഇപ്പോൾ ഉള്ള ഏത് ഫ്രെയിം റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഇപ്പോൾ ഏതോ ആണോ ലിങ്ക്ഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് ആ ഓപ്പൺ വിൻഡോ മെയിൻ ബ്രൗസർ വിൻഡോയിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ then we use the target value as top. And the fourth value is name. It opens the linked document in the window with the specified name. ഒരു നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിൻഡോയിൽ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള നമ്മുടെ ടാർഗറ്റ് വിൻഡോ നമുക്ക് അവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നതാണ് ഫോം കൺട്രോൾസ്. നമ്മൾ പറഞ്ഞു there are several form controls to create a form in an HTML. That is, the form controls includes text box, password, checkbox, radio button, text area, select box, submit and reset button. ഇത്രയും ഫോം കൺട്രോൾസ് ആണ് നമുക്ക് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ HTML യൂസ് ചെയ്തിട്ട് നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നത്. ആൻഡ് ദീസ് കൺട്രോൾസ് ആർ ക്രിയേറ്റഡ് ഇൻ എനി HTML ഫോം യൂസിങ് ദി ഇൻപുട്ട് ടാഗ്. ദാറ്റ് ഈസ്, ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ എല്ലാ ഫോം കൺട്രോൾസും ഒരു HTML ഫോമിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. So go to the next topic, input tag. Input tag is a part of the form tag and it set the controls to accept the input from the viewers. Input tag നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാ ഫോം കൺട്രോൾസും നമുക്ക് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഏത് ഒരു ഫോം കൺട്രോൾ കൂടെ നമുക്കൊരു HTML ഫോമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ we must use the tag input. Input tag is an empty tag that can be used to make different type of controls. That is, input tag is used to set the form controls to accept the input from the viewers and it is an empty tag and it has some attributes. The attributes of input tag are, first one is type. The type attribute determines the control type created by the input tag. Type attribute ആണ് നമുക്ക് ഏത് ഫോം കൺട്രോൾ ആണ് നമ്മൾ ഒരു ഫോം ടാഗിൽ യൂസ് ചെയ്യുന്നതെന്നുള്ളതിന്
നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. അതായത് ഇൻപുട്ട് ടാഗിൻ്റെ ഒരു ഫസ്റ്റ് ആട്രിബ്യൂട്ടാണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. ടൈപ്പ് ആട്രിബ്യൂട്ടിൽ നമ്മൾ എന്താ ഡിറ്റർമിൻ ചെയ്യുക, ഏത് ഫോം കൺട്രോളാണ് നമ്മൾ HTML ഫോമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ വാല്യൂ കൊടുക്കാനാണ് നമ്മൾ ടൈപ്പ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. ദർ ആർ സം വാല്യൂസ് ഫോർ ടൈപ്പ് ആട്രിബ്യൂട്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ടെക്സ്റ്റ്. ടെക്സ്റ്റ് എന്നുള്ള വാല്യൂ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ക്രിയേറ്റ്സ് എ ടെക്സ്റ്റ് ബോക്സ്. ദാറ്റ് ഈസ് ഇപ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സിലേക്ക് നമുക്കൊരു നെയിം എൻ്റർ ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുക, നെയിം എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഒരു ഫോം കൺട്രോളാണ് നമുക്ക് ടെക്സ്റ്റ് എന്നുള്ളൊരു വാല്യൂ ആണ് ഇൻപുട്ട് ടാഗിൻ്റെ ടൈപ്പ് ആട്രിബ്യൂട്ടിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ വാല്യൂ ടെക്സ്റ്റ് ക്രിയേറ്റ്സ് എ ടെക്സ്റ്റ് ബോക്സ്. നെക്സ്റ്റ് വൺ ഈസ് പാസ്വേഡ്. Password is the same as a text box, but here characters are represented by the coded symbols such as asterisk. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇമെയിലൊക്കെ ലോഗിൻ ചെയ്യാറുണ്ട്. നമ്മൾ ജിമെയിൽ ഒരു ഫോർ എക്സാമ്പിൾ ജിമെയിൽ അക്കൗണ്ട് ആയിരിക്കും നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കാറുണ്ട് ആദ്യം യൂസർ നെയിം അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡി എന്നുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു ബോക്സ് അവിടെ വരാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു വൈറ്റ് കളറിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു കുറച്ചൊരു ലെങ്ത്തിൽ വരുന്നത് അതിനെയാണ് നമ്മളൊരു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദി പാസ്വേഡ്സ്, നമ്മൾ എപ്പോഴും പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ എന്താ വരിക, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കോഡ്സ് ആയിരിക്കും. മേ ബി ഒരു ഡാർക്ക് സർക്കിൾ ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് വരും, ഒരു ആസ്ട്രിക് സിമ്പിൾ ആകാം. ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദി ടൈപ്പ് വാല്യൂ പാസ്വേഡ്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് ചെക്ക് ബോക്സ്. ചെക്ക് ബോക്സ് ക്രിയേറ്റ്സ് എ ചെക്ക് ബോക്സ് where user can enter yes or no values, check or uncheck. അതായത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് നമുക്ക് രണ്ട് വാല്യൂസ് ആണ് നമ്മൾ എൻ്റർ ചെയ്യുക, ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. ഇങ്ങനെയുള്ള രണ്ട് വാല്യൂസ് എൻ്റർ ചെയ്യുന്ന കേസിൽ നമ്മൾ ടൈപ്പ് ആട്രിബ്യൂട്ടാക്കി എൻ്റർ ചെയ്യുന്ന വാല്യൂ ആണ് ചെക്ക് ബോക്സ്. ആൻഡ് ദി ഫോർത്ത് വൺ ഈസ് റേഡിയോ ബട്ടൺ. ഇറ്റ് ഈസ് സിമിലർ ടു ചെക്ക് ബോക്സ് ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് എ single value from a group of values. If we wanted to by the radio value in the type attribute, it is same as the checkbox and it is used to select a single value from a group of values. When multiple radio buttons are assigned with the same name value for a name attribute, users can select only one button at that time. ഒന്നിലധികം വാല്യൂസ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും റേഡിയോ ബട്ടണിൽ ദ യൂസർ ക്യാൻ സെലക്ട് ഓൺലി വൺ ബട്ടൺ അറ്റ് എ ടൈം. When the user changes the selection, the one that is already selected becomes deselected. For example, ഇപ്പോൾ നമ്മൾ ജെൻഡർ ഒക്കെ വരുന്ന കേസിൽ ജെൻഡർ സെലക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നേ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ റേഡിയോ ബട്ടണിൽ വരുന്ന ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ജെൻഡർ ഫീമെയിൽ ഓർ മെയിൽ രണ്ടും അറ്റ് എ ടൈമിൽ നമുക്ക് രണ്ടും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദ യൂസർ ക്യാൻ ഓൺലി select one button at that time. And the fifth value is reset button. It is a special button used to clear all the entries made in the form and to bring it to initial state. Clear button reset button എന്നുള്ളതിൽ നമ്മൾ ചെയ്ത് കിടന്നത് എന്തിനാണ്, ഇതുവരെ ആ ഫോമിലേക്ക് എൻ്റർ ചെയ്ത all the values are cleared and it bring to the initial state. And the next value is submit button. Submit button is used to enter or submit all the entries made in the form to the server. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഏത് സെർവറാണോ സെർവറിലേക്ക് നമ്മൾ ഇതുവരെ ആ ഫോം യൂസ് ചെയ്ത് എൻ്റർ ചെയ്ത എല്ലാ എൻട്രീസും എന്താവും, സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദി ലാസ്റ്റ് വാല്യൂ ഈസ് ബട്ടൺ. ഇറ്റ് ക്രിയേറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഗ്രാഫിക്കൽ ബട്ടൺ ഓൺ ദി ഫോം. വി ക്യാൻ കോൾ ഫങ്ഷൻസ് ഓൺ ക്ലിക്കിംഗ് ദിസ് ബട്ടൺ. നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫങ്ഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ ബട്ടനാണ്. ഒരു ബട്ടൺ ക്രിയേറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഗ്രാഫിക്കൽ ബട്ടൺ ഓൺ ദി ഫോം ആൻഡ് വി ക്യാൻ ഫങ്ഷൻസ് ഓൺ ക്ലിക്കിംഗ് ദിസ് ബട്ടൺ. നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻപുട്ട് ടാഗ് ഈസ് യൂസ്ഡ് ടു create all the form controls. The first attribute of input tag is type and type has some values: text, password, checkbox, radio, reset, submit button. These are all the values of the
type attribute, and type attribute determines the type of the control which we created in the form by using the input tag. And the second attribute of input tag is name. It is used to give a name to the input control. In the നമ്മൾ തൊട്ട് മുമ്പ് കുറച്ച് വാല്യൂസ് ടൈപ്പ് ഏതൊക്കെ ഫോം കൺട്രോൾസ് ആണെന്ന് പഠിച്ചിരുന്നു. ആ ഫോം കൺട്രോൾസിന് ഓരോ ഫോം കൺട്രോളിനും നമുക്ക് ഇൻപുട്ട് കൺട്രോളിനും നമുക്ക് ഓരോ നെയിം കൊടുക്കാനായിട്ട് പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടാണ് നെയിം ടാഗ്. വെൻ എ ഫോം ഈസ് സബ്മിറ്റഡ് ദ ഡാറ്റ വാല്യൂസ് ആർ പാസ്ഡ് ടു ദി സെർവർ അലോങ് വിത്ത് ദി കറസ്പോണ്ടിങ് നെയിം ഓഫ് ദി കൺട്രോൾ. നമ്മൾ ഈ ഫോമിൽ ഫോം കൺട്രോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നെയിം ആയിരിക്കും സെർവറിലേക്ക് പാസ് ചെയ്യുക. ആൻഡ് തേർഡ് ആട്രിബ്യൂട്ട് ഈസ് വാല്യൂ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊവൈഡ് ആൻ ഇനീഷ്യൽ വാല്യൂ ഓർ ഡീഫോൾട്ട് വാല്യൂ ഇൻസൈഡ് ദി കൺട്രോൾ. നമ്മൾ ഓരോന്നിനും ആ ഇൻപുട്ടിലേക്ക് വാല്യൂസ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഓരോ ടെക്സ്റ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വാല്യൂ കൊടുക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന ഒരു ടേബിൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെക്ക് ബോക്സ് എടുക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോൾ ജെൻഡറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് 2 വാല്യൂസ് അവിടെ എൻ്റർ ചെയ്യാം, മെയിൽ ഓർ ഫീമെയിൽ. അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, വാല്യൂ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. ആൻഡ് ദി ഫോർത്ത് വൺ ഈസ് സൈസ്. The size attribute set the width of the input text in terms of characters. It is applicable only to the input type text and password. നമ്മൾ പറഞ്ഞു ടെക്സ്റ്റ് ആട്രിബ്യൂട്ടും പാസ്വേഡ് ആട്രിബ്യൂട്ടും ടെക്സ്റ്റ് ആൻഡ് പാസ്വേഡ് വാല്യൂ ഓഫ് ദി ടൈപ്പ് ആട്രിബ്യൂട്ട് സിമിലർ. For the text it creates the text box. Password it is same as the text box, but the entered characters are represented by the coded symbol or the asterisk symbols. അങ്ങനെയുള്ളതിൻ്റെ ഒരു സൈസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈസ് ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്ത്. അതായത് സൈസ് ആട്രിബ്യൂട്ട് നമ്മൾ 2 വാല്യൂസിന് ടൈപ്പിനെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ടെക്സ്റ്റ് ആൻഡ് പാസ്വേഡിന് മാത്രം. അതിൻ്റെ ഒരു വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈസ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് ബൈ യൂസിങ് ദി ഇൻ ടേംസ് ഓഫ് ദി ക്യാരക്ടേഴ്സ്. ആൻഡ് ദി ഫിഫ്ത്ത് ആട്രിബ്യൂട്ട് ഈസ് മാക്സ് ലെങ്ത്. Max length, by the word max length, it limits the number of characters that the user can type into the field. ഒരു ഫീൽഡിലേക്ക് എത്ര ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാം എന്നുള്ളതിന്, ഫോർ എക്സാമ്പിൾ നെയിം ഇപ്പോൾ 20 ക്യാരക്ടേഴ്സ്, അങ്ങനെ ഒരു 20 ക്യാരക്ടേഴ്സുള്ള നെയിമേ എൻ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെയാണ് നമ്മൾ മാക്സ് ലെങ്ത് എന്നുള്ള ഇൻപുട്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇൻപുട്ട് ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദി form controls in a form, and it has some attribute. First attribute is input. Input tag has attribute of input tag as first one is type, second one name, third one value, fourth one size, and the fifth one is max length. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഇൻപുട്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ആയിട്ട് പഠിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. HTML head title closed, head closed, body bg color equal to pink, then form tag open ചെയ്യുക. ഫോം ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ആക്ഷൻ കൊടുത്തു. ആക്ഷൻ ഈക്വൽ ടു ലോഗിൻ ഡോട്ട് PHP, മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. നമ്മൾ പറഞ്ഞിരുന്നു ആക്ഷൻ എന്നുള്ളത് എന്തിനാ യൂസ് ചെയ്യുക, ഇറ്റ് സ്പെസിഫൈസ് ദി URL ഓഫ് ദി ഫോം കൺട്രോൾ വിച്ച് ഈസ് റെഡി ടു പ്രോസസ് ദി റിസീവ്ഡ് ഡാറ്റ. റിസീവ്ഡ് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ റെഡിയാണെന്ന് സ്പെസിഫൈ ചെയ്യുന്ന ഒരു URL ആണ് ഫോം ഹാൻഡലിൻ്റെ ഒരു URL ആണ് ആക്ഷൻ ആട്രിബ്യൂട്ടിൽ, ഫോം ടാഗിൻ്റെ ആക്ഷൻ ആട്രിബ്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ ലോഗിൻ ഡോട്ട് PHP, ഇവിടെ ഇതാണ് സെർവറായിട്ട് വർക്ക് ചെയ്യുന്നത്. ലോഗിൻ ഡോട്ട് PHP എന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഫോം ഹാൻഡലറാണ് അല്ലെങ്കിൽ ഒരു URL ആണത്. മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. മെത്തേഡ് ആട്രിബ്യൂട്ട് മെൻഷൻസ് ഹൗ ടു upload the data by using the post മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. നെക്സ്റ്റ് ഈസ് P tag യൂസ്ഡ് ടു ക്രിയേറ്റ്, ഒരു പാരഗ്രാഫ് പോലെ വരാനായിട്ട് അവിടെ ഒന്നേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, നെയിം. ദെൻ ആംപർസൻഡ് NBSP 3 times we use the NBSP. വാട്ട് ഈസ് മീൻ ബൈ ദി NBSP? അതായത് നമുക്ക് സ്പേസ് ബാർ വരാനായിട്ട്, സ്പേസ് അലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ NBSP എന്നുള്ളത് യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ഇൻപുട്ട് ടാഗ് ഓപ്പൺ ചെയ്തു. ഇറ്റ് ഈസ് ആൻ ഇൻപുട്ട് ടാഗ് ഈസ് ആൻ എംപ്റ്റി ടാഗ്. സോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം പ്രോഗ്രാമിൽ നമ്മൾ ക്ലോസ്ഡ് ഇൻപുട്ട് യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇൻപുട്ട് ടാഗ് ഈസ് ആൻ എംപ്റ്റി ടാഗ് ആൻഡ് വി യൂസ് എ ടൈപ്പ് ആട്രിബ്യൂട്ട് ടെക്സ്റ്റ്. അപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ടെക്സ്റ്റ് ബോക്സിനൊരു നെയിം കൊടുത്തു, ഫസ്റ്റ് നെയിം, അതിനൊരു സൈസ് കൊടുത്തു 30 എന്നുള്ളത്. അതിൻ്റെ വിഡ്ത്ത്, ടെക്സ്റ്റ് ബോക്സിൻ്റെ വിഡ്ത്ത് നമ്മൾ സെറ്റ് ചെയ്തു 30 ആൻഡ് മാക്സിമം നമുക്ക് 25 ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്
പാസ്വേഡ് കൊടുത്തു, പാസ്വേഡിനും നമ്മൾ ടൈപ്പ് പാസ്വേഡ് കൊടുത്തു, ഒരു നെയിം കൊടുത്തു, സൈസ് കൊടുത്തു, മാക്സിമം ലെങ്ത് കൊടുത്തു, NBSP കുറേ കൊടുത്തിട്ടുണ്ട് ഫോർ ദി സ്പേസ്. ദെൻ ഇൻപുട്ട് ടൈപ്പ് റീസെറ്റ് വാല്യൂ ഈക്വൽ ടു എന്താ കൊടുത്തത് ക്ലിയർ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും അത് റീസെറ്റ് ആട്രിബ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റീസെറ്റ് ആട്രിബ്യൂട്ട് നമ്മൾ വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത് clear all the entries. And the fourth type is submit by using submit button we can submit all the entries made in the form to the server. അപ്പോൾ എല്ലാം login.php എന്നുള്ള സെർവറിലേക്ക് ഈ ഡാറ്റ എല്ലാം പോകും. ഇങ്ങനെ ഒരു HTML നമ്മൾ സ്ക്രിപ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബിക്കം ഇങ്ങനെയായിരിക്കും വരിക. നെയിം അതിൻ്റെ ഒരു മാക്സിമം ലെങ്ത് നമ്മൾ എത്ര കൊടുത്തു? 30 കൊടുത്തു. രണ്ടിൻ്റെയും 30 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് മാക്സിമം നമുക്ക് 25 ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നെയിം നമുക്ക് ഏത് നെയിം വേണമെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് എന്നുള്ളത് ഏതെങ്കിലും ഒരു എൻ്റർ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ക്യാരക്ടറായിട്ടായിരിക്കും വരിക. മേ ബി ഇൻ എ കോഡഡ് ഫോർമാറ്റ് ഓർ ഇൻ ആൻ ആസ്ട്രിക് സിമ്പിൾ. ദെൻ ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവും. സെൻഡ് ബട്ടൺ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? സബ്മിറ്റ് ചെയ്യാനാണ്. ഓൾ ദി വാല്യൂസ് ആർ എവിടേക്കായിരിക്കും പോയാൽ login.php എന്നുള്ള സെർവറിലേക്ക് ആയിരിക്കും നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കാം. നെക്സ്റ്റ് റേഡിയോ ബട്ടണും ചെക്ക് ബോക്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി, ഫോം ടാഗിൽ സെക്സ് എന്നുള്ളത് കൊടുത്തു. ദെൻ NBSP സ്പേസ് ഔട്ട് വരികയാണ്. ഇൻപുട്ട് ടൈപ്പ് റേഡിയോ. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. റേഡിയോ എന്നുള്ളത് എന്തിനാണ് യൂസ് ചെയ്യുക? സെലക്ട് എനി വൺ. മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടെങ്കിൽ കൂടി വി ക്യാൻ സെലക്ട് ഓൺലി വൺ. ആൻഡ് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ നെയിം. ആ റേഡിയോ ബട്ടൻ്റെ നെയിം നമ്മൾ കൊടുത്തത് സെക്സ് എന്ന് തന്നെയാണ്. വാല്യൂ ഈക്വൽ ടു മെയിൽ. അവിടെ മെയിൽ എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്തു. ആൻഡ് അഗെയിൻ വി യൂസ് ആൻഡ് റേഡിയോ ബട്ടൺ ടു എൻ്റർ ദി വാല്യൂ ഫീമെയിൽ. ദെൻ ഇൻപുട്ട് ടൈപ്പ് ചെക്ക് ബോക്സ്. ബൈ യൂസിങ് ചെക്ക് ബോക്സ് വി ക്യാൻ മൾട്ടിപ്പിൾ സെലക്ഷൻ പോസിബിൾ ആയിട്ടുള്ളതാണ് ചെക്ക് ബോക്സ് എന്നുള്ളത്. നെയിം ഈക്വൽ ടു ചെക്ക് ബോക്സിൻ്റെ നെയിം, ഹോബി ആൻഡ് വാല്യൂ ആസ് ഗെയിംസ്. ആൻഡ് അവിടെ ഒരു ഇത് കൊടുത്തു പ്ലേയിങ് ഗെയിംസ്. ആൻഡ് അഗെയിൻ വി യൂസ് ആൻഡ് ചെക്ക് ബോക്സ് the same name and value as watching TV again. And third time again we use the checkbox with the name, hobby and values reading. And the output will become ഇങ്ങനെയായിരിക്കും വരിക. സെക്സ് ഏതെങ്കിലും ഒന്നേ നമുക്ക് സെക്സ് എന്നുള്ള ബട്ടണിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് എ റേഡിയോ ബട്ടൺ. ബൈ യൂസിങ് ദി ചെക്ക് ബോക്സ് ദാറ്റ് ഈസ് ഹിയർ ഹോബി. നമ്മൾ 3 ചെക്ക് ബോക്സ് ആണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. വി ക്യാൻ select the multiple choices by using checkbox and only one option for a radio button. And next topic is text area. In a form we can we have seen single line text entry facility by using the input type text എന്നുള്ളത് യൂസ് ചെയ്ത് നമുക്ക് സിംഗിൾ ലൈൻ എൻ്റർ ചെയ്യാം. ബട്ട് സം കേസസ് we can enter multiple lines of the text. For example, postal address ഒക്കെ എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് വേണം. ഇൻ ദാറ്റ് കേസ് വി യൂസ് ദി ടാഗ് ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയ എന്നുള്ളത് അപ്പോൾ എന്തിനാണ്? യൂസ്ഡ് ടു എൻ്റർ മൾട്ടിപ്പിൾ ലൈൻ ഓഫ് ടെക്സ്റ്റ് ഇൻ എ ഫോം. ടെക്സ്റ്റ് ഏരിയ ഈസ് എ കണ്ടെയ്നർ ടാഗ് ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ദ ടെക്സ്റ്റ് ഈസ് എൻക്ലോസ്ഡ് വിത്തിൻ ഓപ്പൺ ടെക്സ്റ്റ് ഏരിയ ആൻഡ് ക്ലോസ്ഡ് text area. The area between the tag pair gives the space for multi-line text depending upon the value given to that attributes. And it have some attribute. First one is name. Name എന്നുള്ളത് എന്തിനാ യൂസ് ചെയ്യുന്നത്? It is used to give a name to the control. Second one is row. It specifies the number of rows in a text area control. In the case of address we can use multiple rows. And third one is calls indicate the number of calls in a text area, that is the number of characters in a line. ഒരു ലൈനിൽ എത്രത്തോളം നമ്പേഴ്സ് നമുക്ക് എൻ്റർ ചെയ്യാം, എത്രത്തോളം ക്യാരക്ടേഴ്സ് നമുക്ക് എൻ്റർ ചെയ്യുന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് കോൾസ് എന്നുള്ള ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫോം ടാഗിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് guest.php മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. അതായത് നമ്മൾ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. guestbook.php എന്നുള്ള ഫയലിലേക്കാണ് സെർവറിലെ എല്ലാ ഡാറ്റയും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ആൻഡ് ടെക്സ്റ്റ് ഏരിയ എന്നുള്ളത് യൂസ് ചെയ്തിട്ടുണ്ട്. ഹിയർ വി യൂസ് എ റോ ഈക്വൽ ടു 10 ആൻഡ് കോൾസ് ഈക്വൽ ടു 30 വിത്ത് എ നെയിം അഡ്രസ്സ് എന്നുള്ള ടെക്സ്റ്റ് ഏരിയയുടെ ആ കൊടുക്കുന്ന ഫോം കൺട്രോളിൻ്റെ പേര് അഡ്രസ്സ് എന്നാണ്. വിത്ത് റോസ് 10 ആൻഡ് കോൾസ് 30. ആൻഡ് ദി ഔട്ട്പുട്ട് ബി ലൈക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് വരാം. മൾട്ടിപ്പിൾ ലൈൻസ്, അതായത് 10 ലൈൻസും ഉണ്ട്, 30 ക്യാരക്ടേഴ്സും ഒരു ലൈനിൽ എൻ്റർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ആൻഡ് ദി നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെലക്ട് ടാഗ്. Select box is also called drop down box, provides a list of
വേരിയസ് ഓപ്ഷൻസ് ഇൻ എ ഫോം ഓഫ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഒരു ഫോമിൽ തന്നെ നമുക്ക് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ട്, അതായത് താഴേക്ക് ലിസ്റ്റ് ഡൗൺ ആയിട്ട് കുറേ എൻറ്റിറ്റീസ് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെലക്ട് ബോക്സ് ഓർ ഡ്രോപ്പ് ഡൗൺ ബോക്സ് ഓർ ലിസ്റ്റ് ബോക്സ് എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ കണ്ടെയ്നർ ടാഗ്, ദാറ്റ് ഈസ് ദി കണ്ടെയ്നർ ടാഗ് പെയർ സെലക്ട് ആൻഡ് ക്ലോസഡ് സെലക്ട് എൻക്ലോസസ് ദി select box, and it has some attribute name, size, multiple. Name gives the name to the control, which is the same as in the previous controls, same as in the selected tag has name attribute, and it give the name to the control which is sent to the server to be recognized and to get the value. സെർവറിലേക്ക് ഈ നെയിം ആയിരിക്കും പാസ് ചെയ്യുക. നമ്മൾ മുമ്പുള്ള എക്സാമ്പിളുകളിലും ഇതേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് സൈസ്. It can be used to present the scrolling list of the box. സ്ക്രോളിംഗ് ലിസ്റ്റിൻ്റെ സൈസ് മെൻഷൻ ചെയ്യാനായിട്ട് നമ്മൾ സൈസ് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് വാല്യൂ വിൽ ഡിസൈഡ് വെദർ ദി സെലക്ട് ബോക്സ് ഷുഡ് ബി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഓർ എ ലിസ്റ്റ് ബോക്സ്. ഇഫ് ദി വാല്യൂ ഈസ് 1 വി ഗെറ്റ് എ ഡ്രോപ്പ് ഡൗൺ ഓർ കോംബോ ബോക്സ്. വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കോംബോ ബോക്സ്. ആൻഡ് ദി തേർഡ് വൺ ഈസ് മൾട്ടിപ്പിൾ. It allows users to select multiple items from a menu. ഇപ്പോൾ നമുക്ക് ഒരെണ്ണം മാത്രം സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ എന്നുള്ളത് കൊടുക്കേണ്ട. ആ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ കുറേ സ്പോർട്സ് ഐറ്റത്തിൻ്റെ പേര് കൊടുക്കണം, നിങ്ങൾക്ക് ഏതൊക്കെ സെലക്ട് ചെയ്യാമെന്ന്. ചിലപ്പോൾ ഒരാൾ ഒന്ന് മാത്രമായിരിക്കും എൻ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ എന്നുള്ള ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട. ഒന്നിലധികം സ്പോർട്സ് ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ്, അങ്ങനെയൊക്കെ കുറേ സെലക്ട് ചെയ്യണമെങ്കിൽ വി യൂസ് ദി ആട്രിബ്യൂട്ട് മൾട്ടിപ്പിൾ. ആൻഡ് ദി നെക്സ്റ്റ് ടാഗ് ഈസ് ഓപ്ഷൻ ടാഗ്. ഇറ്റ് ഈസ് ആൻ എംപ്റ്റി ടാഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെലക്ട് ടാഗ് എന്നുള്ളതൊരു കണ്ടെയ്നർ ടാഗാണ്. ബട്ട് ഓപ്ഷൻ ടാഗ് ഈസ് ആൻ എംപ്റ്റി ടാഗ്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദി കണ്ടെയ്നർ ടാഗ് സെലക്ട് ടാഗ്. കണ്ടെയ്നർ ടാഗിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ടാഗാണ് ഓപ്ഷൻ ടാഗ്, ബട്ട് ഇറ്റ് ഈസ് ആൻ എംപ്റ്റി ടാഗ്. ഇറ്റ് ലിസ്റ്റ് ഔട്ട് ദി ഓപ്ഷൻസ് പ്രൊവൈഡഡ് ബൈ ദി സെലക്ട് ബോക്സ്. സെലക്ട് ബോക്സിൽ ഏതൊക്കെ ഐറ്റംസ് നമുക്ക് എൻ്റർ ചെയ്യാമെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് ബൈ യൂസിങ് ദി ഓപ്ഷൻ ടാഗ്. ആൻഡ് ഇറ്റ് ഹാസ് ദി ആട്രിബ്യൂട്ട് സെലക്റ്റഡ് ആൻഡ് വാല്യൂ. സെലക്റ്റഡ് ആട്രിബ്യൂട്ട് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡീഫോൾട്ട് സെലക്ഷൻ. ഡീഫോൾട്ടായിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്റ്റഡ് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് വാല്യൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹിയർ ടു അലോ സബ്മിഷൻ ഓഫ് ദി വാല്യൂ that differs from the content of the option tag. If it is not present, the content is used as the value. നമുക്ക് അതിനകത്ത് സബ്മിഷൻ വാല്യൂസ് അലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാല്യൂ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന കണ്ടന്റ് എന്തോ അതാണ് വാല്യൂ ആയിട്ട് വരിക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ എക്സാമ്പിളാണ് ഹൗ ടു ക്രിയേറ്റ് ആൻ HTML ഫോം വിത്ത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി, ഫോം ഓപ്പൺ ചെയ്തു, ആക്ഷൻ, guest.php, ആൻഡ് ഹിയർ വി യൂസ് ദി മെത്തേഡ് പോസ്റ്റ്. ഫസ്റ്റ് നാഷണാലിറ്റി, ദെൻ യൂസ് ദി സെലക്ട് ആട്രിബ്യൂട്ട്. സെലക്ട് ആട്രിബ്യൂട്ടിൻ്റെ സെലക്ട് ബോക്സിൻ്റെ നമ്മൾ നെയിം കൊടുത്തത് നാഷണാലിറ്റി ആൻഡ് സൈസ് ഈക്വൽ ടു 1 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 1 മീൻസ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് വരുന്ന പറഞ്ഞത്, 1 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ആൻഡ് വി യൂസ് ദി ഓപ്ഷൻ ടാഗ് ഇൻസൈഡ് സെലക്ട് ടാഗ്. ഓപ്ഷൻ വാല്യൂ ഇന്ത്യൻ, സെലക്റ്റഡ് ഇന്ത്യൻ. അതായത് ഇവിടെ സെലക്റ്റഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഡീഫോൾട്ടായിട്ട് ഇന്ത്യൻ ആണ്. ഇപ്പോൾ സെലക്റ്റഡ് എന്നുള്ളത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആൻഡ് ദി സെക്കൻഡ് ഓപ്ഷൻ ബ്രിട്ടീഷ്, തേർഡ് ജർമ്മൻ, ഫോർത്ത് ഓപ്ഷൻ ഈസ് ശ്രീലങ്കൻ. ആൻഡ് വി ക്ലോസ് ദി സെലക്ട് ടാഗ്, ഫോം ടാഗ്, ബോഡി ടാഗ്, HTML. ആൻഡ് ദി ഔട്ട്പുട്ട് ബി ലൈക്ക്, ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരും. ഇവിടെ സെലക്ട് എന്ന് കൊടുത്തിട്ടുള്ള കാരണം കൊണ്ട് തന്നെ ഇന്ത്യൻ ഈ ഒരു വാല്യൂയിൽ ഓപ്ഷൻ സെലക്ട് ഓപ്ഷൻ എന്നുള്ളതിൽ വാല്യൂസ് ഇന്ത്യൻ ഈക്വൽ സെലക്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓൾറെഡി സെലക്റ്റഡ് ആയിട്ട് ഇന്ത്യൻ കിടക്കുകയാണ്. അതർവൈസ് നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം, സെലക്റ്റഡ് എന്നുള്ളത് കൊടുത്തിട്ടില്ലെങ്കിൽ. ആൻഡ് ദി നെക്സ്റ്റ് ഈസ് ഗ്രൂപ്പിംഗ് ഫോം ഡാറ്റ വിത്ത് ഫീൽഡ് സെറ്റ് ടാഗ്. നമുക്ക് ഒരു ഫോമിലേക്ക് തന്നെ എല്ലാ കൺട്രോൾസും നമുക്ക് ഒന്നിച്ച് ആക്കാം. അതിനാണ് ആ ഫോമിലേക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റകളും ഗ്രൂപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് ഫീൽഡ് സെറ്റ്. ദാറ്റ് ഈസ് ഫീൽഡ് സെറ്റ് ടാഗ് ഈസ് എ കണ്ടെയ്നർ ടാഗ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗ്രൂപ്പിംഗ് റിലേറ്റഡ് ഡാറ്റ ഇൻ എ ഫോം. ആൻഡ് ഫീൽഡ് സെറ്റ് ഡിവൈഡ് എ ഫോം ഇൻ ടു ഡിഫറെൻറ്റ് സബ്സെക്ഷൻസ്, ഈച്ച് സബ്സെക്ഷൻ containing related elements.
elements. അതായത് ഫീൽഡ് സെറ്റിൽ നമുക്ക് സബ് സെക്ഷൻസ് ഇഷ്ടം പോലെ വരാം, ബട്ട് ദീസ് ഓൾ sections are related elements. And the third point is to identify each field set we use the legend tag. Legend tag യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഫീൽഡ് സെറ്റിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാറ്. ലെജൻഡ് ടാഗ് ഈസ് ഓൾസോ എ കണ്ടെയ്നർ ടാഗ് ആൻഡ് ഇറ്റ് ഗിവ്സ് ദ ക്യാപ്ഷൻ ഫോർ ദി ഫീൽഡ് സെറ്റ്. ഫീൽഡ് സെറ്റ് ടാഗിൻ്റെ ക്യാപ്ഷൻ കൊടുക്കുന്നത് യൂസിങ് ദി ലെജൻഡ് ടാഗ്. ഒരു എക്സാമ്പിൾ നോക്കാം. കുറച്ച് വലിയ പ്രോഗ്രാമാണ്. നമ്മൾ ഇതിനകത്ത് തന്നെ 2 സ്ലൈഡിലായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. HTML head, body, center and form tag opens with an action attribute gives the value guestbook.php and use the method as get and give a name and NBSP for the space and use a first നമ്മളൊരു text attribute use text എന്നുള്ള form use ചെയ്ത് that is given by the name first name and with a size 20 and maximum length 20 value first name here. അപ്പോൾ അവിടെ ആദ്യം തന്നെ ഒരു ടെക്സ്റ്റ് ബോക്സിൽ ഫസ്റ്റ് നെയിം ഹിയർ എന്നുള്ള ഒരു ഔട്ട്പുട്ടിലായിരിക്കും ഫസ്റ്റ് നെയിം ഹിയർ എന്നുള്ളത് വരും. ആൻഡ് നെക്സ്റ്റ് ഏജ് സെക്കൻഡിൽ നമ്മൾ അഗെയിൻ വി യൂസ് എ ടെക്സ്റ്റ് ബോക്സ് വിത്ത് നെയിം ഏജ് സൈസ് 3 ആൻഡ് മാക്സിമം ലെങ്ത് 3. ദെൻ വി യൂസ് എ റേഡിയോ ബട്ടൺ വിത്ത് നെയിം സെക്സ് ആൻഡ് വാല്യൂ മെയിൽ. അഗെയിൻ യൂസ് എ റേഡിയോ ബട്ടൺ വിത്ത് ഫീമെയിൽ വാല്യൂ. ആൻഡ് next we open the field set attribute field set tag. Inside the field set tag we use the legend tag for the caption nationality and we use the select tag with the name nationality with the option and inside the select tag we use the empty tag options with the 4 values. First name India we use the selected value and British, German, Sri Lankan. Then close the select tag. Again we use an just a statement nativity. Then we use the text box with the name, state and size of 15. Then district. Again we create a text box with the name, district and size of 15. Then we use closed the field set attribute. അവിടെ നമ്മളൊരു ഫീൽഡ് സെറ്റ് ആട്രിബ്യൂട്ട് അവിടെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഫീൽഡ് സെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തു? ഒരു സെലക്ട്, അതായത് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും, അതായത് ഒരു സെലക്ട് ബോക്സും യൂസ് ചെയ്തിട്ടുണ്ട്, 2 ടെക്സ്റ്റ് ബോക്സും യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ അഗെയിൻ വി ക്രിയേറ്റഡ് ദി ഇൻപുട്ട് ടാഗ് ഇൻപുട്ട് വിത്ത് ദി ടൈപ്പ് ചെക്ക് ബോക്സ് 1 2 3 3 ചെക്ക് ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ വി ക്രിയേറ്റഡ് എ ടെക്സ്റ്റ് ഏരിയ വിത്ത് 5 rows and 25 columns named as address. ടെക്സ്റ്റ് ഏരിയ ക്ലോസ്ഡ്. Then we created a submit button and a reset button. ഇങ്ങനെ ഇതൊരു കുറച്ച് വലിയ പ്രോഗ്രാം തന്നെയാണ്, കുറച്ച് ടൈം എടുത്ത് തന്നെ നിങ്ങളത് നോക്കണം. ആൻഡ് ദി ഔട്ട്പുട്ട് ബി ലൈക്ക് ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരിക. നെയിം എന്നുള്ളതിലേക്ക് നമ്മളൊരു വാല്യൂ കൊടുത്ത കാരണം കൊണ്ടാണ് ഫസ്റ്റ് നെയിം ഹിയർ എന്ന് വന്നത്. നമുക്ക് ഇറേസ് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ദെൻ സെക്കൻഡ് വി ക്രിയേറ്റഡ് അനദർ ടെക്സ്റ്റ് ബോക്സ് വിത്ത് ദി നെയിം ഏജ് ആൻഡ് ക്രിയേറ്റ് എ റേഡിയോ ബട്ടൺ 2 റേഡിയോ ബട്ടൺസ് ഫസ്റ്റ് വിത്ത് മെയിൽ ആൻഡ് സെക്കൻഡ് വിത്ത് ഫീമെയിൽ. ദെൻ വി ക്രിയേറ്റഡ് എ ഫീൽഡ് സെറ്റ്. അതുകൊണ്ടാണ് ആ ഫീൽഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത കാരണമാണ് ഇതൊരു സെപ്പറേറ്റഡ് ബോക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇൻസൈഡ് ദി ഫീൽഡ് സെറ്റ് വി യൂസ് എ ലെജൻഡ് ടാഗ് ഫോർ ദി ക്യാപ്ഷൻ വിത്ത് നാഷണാലിറ്റി. അതുകൊണ്ടാണ് ആ ടെക്സ്റ്റ് ബോക്സിന് ഇവിടെ നാഷണാലിറ്റി എന്നുള്ളൊരു ഹെഡിങ് വന്നത്. ദെൻ വി ക്രിയേറ്റഡ് എ select box with 4 values and we default we use the select attribute as selected attribute value as Indian. So but അതുകൊണ്ടാണ് ഇന്ത്യൻ എന്നുള്ളത് സെലക്ട് ചെയ്തത്. ദെൻ വി ക്രിയേറ്റഡ് 2 ടെക്സ്റ്റ് ബോക്സസ്. ഫസ്റ്റ് വൺ ഈസ് നേറ്റിവിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡിസ്ട്രിക്റ്റ്. അതിന് ശേഷമാണ് നമ്മൾ സെലക്ട് എന്നുള്ളത് ഫീൽഡ് സെറ്റ് എന്നുള്ള ഒരു ടാഗ് ക്ലോസ് ചെയ്തത്. ദെൻ വി ക്രിയേറ്റഡ് 3 ചെക്ക് ബോക്സ് വിത്ത് നെയിംസ്, പ്ലേയിങ് ഗെയിംസ്, values and reading. Then we created a text area for the address and created 1 submit button and 1 reset button. അപ്പോൾ ഇങ്ങനെ ഒരു ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫോം സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ അങ്ങനെയുള്ള ഒരു എൻ്റർ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഫോമായിരുന്നു. And the next topic is form submission. The common way to submit all the form to the server by using the submit button. Submit button യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ഫോംസും ക്രിയേറ്റ് ചെയ്യാറ്. The method attribute of the form tag specifies the HTTP method get or post to be used when the submitting forms. That is നമ്മൾ ഇതിനകത്ത് ഒരു പ്രോഗ്രാമിൽ login.php എന്നുള്ള ഒരു ഇതിലാണ് സേവ് ചെയ്തിട്ടുള്ളത്.
by using the login.php. Server can send all the data through the login.php by using the method attribute. Here we use the HTTP methods like get and post. Get അല്ലെങ്കിൽ പോസ്റ്റ് എന്നുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോഗിൻ ഡോട്ട് പി എച്ച് പിയിലേക്ക് ഹൗ ടു അപ്ലോഡ് ഡാറ്റ ഇറ്റ് ഡിറ്റർമിൻസ് ബൈ ദി മെത്തേഡ് ആട്രിബ്യൂട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹൗ ടു ക്രിയേറ്റ് ഫോംസ് ഇൻ എ web page by using HTML, that is by using form tag. Not only with the form tag, we use the input tag inside the form tag. Input tag has some attributes how to which are the controls used in the input tag, such as text box, password, checkbox, radio box, reset, submit and button. And we created a text area inside the form and a select tag for creating combo box or list down box, and you use a field set for the separate field set or grouping the field set. And we already discussing about how to submit a form by using the submit button. And the method attribute form tag specifies how to upload the data by using get or post method in the attribute of the form tag. Hope all these topics are clear to you. Thank you, students.